ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ എടപ്പള്ളി ലുലുമാളിനടുത്തായി മഞ്ഞുമ്മൽ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ഇടപ്പള്ളി ലുലുമാളിലേക്ക് 4.25 കിലോമീറ്ററും കുസാറ്റ് കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് 3.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററുമാണ് വരുന്നത്. 8ഓളം വില്ലകൾ വരുന്ന ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റു വീടുകളിൽ എല്ലാം തന്നെ ഓൾറെഡി ആൾ താമസമുള്ളതാണ്. ഇനി ഈ ഒരു വീട് മാത്രമാണ് ഇവിടെ വിൽക്കാൻ ബാക്കിയുള്ളത്. 4 മീറ്റർ അടുത്ത് വീതിയുള്ള ഇന്റർലോക്ക് കട്ടുവിരിച്ച വഴിയാണ് വീടിന് മുന്നിലായുള്ളത്. ടെക്സ്ചർ ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു വുഡൻ ഫിനിഷ് തന്നെയാണ് ഗേറ്റിന് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. 2 SUV കാറുകൾ ഒരേ സമയം നമുക്ക് ഈ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. നല്ല സ്റ്റോൺസ് എല്ലാം വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ ഭംഗിയാക്കുന്നതിന്റെ ഭാഗമായി നല്ലൊരു ടെക്സ്ചർ ഡിസൈനൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് വീടിന്റെ സിറ്റ് ഔട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 2-3 പേർക്കൊക്കെ ഇവിടെ ചേറിട്ടിരിക്കാവുന്നതാണ്. സിറ്റ് ഔട്ടിൽ വരുന്ന തൂണിലും നല്ലൊരു ടെക്സ്ചർ ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 2 പാളികളിലായി നല്ല മനോഹരമായൊരു ഡിസൈനൊക്കെ കൊടുത്താണ് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് ഇനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു കോർണർ സെറ്റി നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. വുഡൻ ഫിനിഷ് കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. LED പ്രൊഫൈലിലേക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്ലെയിൻ സീലിംഗ് വർക്കാണ് ലിവിംഗ് ഏരിയയിൽ നൽകിയിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരു 5 സീറ്റർ ഡൈനിങ് ടേബിൾ സുഖമായി നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി സ്റ്റെയർവേക്ക് താഴെ ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മോഡേൺ ഡിസൈനിലുള്ള വാഷ് ബേസിൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ കിച്ചണിലേക്കാണ്. ഓപ്പൺ കൺസെപ്റ്റ് വരുന്ന ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കിച്ചണിലെ എൻട്രൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബീജ് ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് കിച്ചൺ കബോർഡ് നൽകിയിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. നല്ലൊരു സീലിംഗ് വർക്കും കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 15 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തായി 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള സീലിംഗ് വരെയുള്ള വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണാം. ജാഗ്വാർ ബ്രാൻഡിലെ ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്താണ് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ് ഹാൻഡ് റെയിലുകൾ കൊടുത്തിരിക്കുന്നത്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വളരെ വിശാലമായൊരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ നമുക്ക് കാണാം. ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി മൾട്ടിവുഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു TV യൂണിറ്റും ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയാക്കി തന്നെയാണ് സീലിംഗ് വർക്കുകൾ അപ്പർ ലിവിംഗിലും കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. മുഴുവനായും വാർത്തുകൊണ്ട് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയയും കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റും ഒരു കോർണറിലായി നൽകിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. താഴത്തെ നിലയിലെ പോലെ തന്നെ ഏകദേശം 15 അടിയോളം നീളത്തിൽ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. കസ്റ്റമർക്ക് നല്ലതുപോലെ തന്നെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വലിയ വാർഡ്രോബുകൾ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അല്പം നീളമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളം വരുന്ന ഒരു വലിയ ബെഡ്റൂമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. ഈ വീട്ടിലെ 4 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്.
നമുക്കിനി നേരെ ഈ വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. എൽ ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ ബാൽക്കണി തന്നെയാണ് ഇവിടെ വരുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുത്താണ് ഹാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഒത്തിരി വീടുകളുള്ള ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 4.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇടപ്പള്ളി ഭാഗത്ത് വീട് നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ വീട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.